നമുക്കിന്ന് കപടഭക്തിയെക്കുറിച്ചൊന്ന് ചിന്തിച്ച് നോക്കാം. ഉള്ളിലില്ലാത്ത ദൈവത്തെ തേടി ഉലകം ചുറ്റുന്നുണ്ട് നമ്മളിൽ പലരും. ചന്ദനം തൊടുന്നത് എന്തിനാണെന്നോ ചന്തത്തിനാണെന്ന് ചിന്തിക്കുന്നു ചിലർ. അവനവൻ്റെ പ്രവൃത്തിയിലാണ് ദൈവമെന്ന് ഇനി ഇവരെന്നറിയും എൻ്റെ ദൈവമേ. മറ്റുള്ളവർക്ക് സ്വസ്ഥത കൊടുത്താൽ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും ഒന്നും തേടിപ്പോവേണ്ട ആവശ്യമില്ല. വല്ലപ്പോഴുമൊക്കെ സ്വസ്ഥമായി നിന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ആരാധനാലയങ്ങൾ. ഉള്ളിലില്ലാത്ത ദൈവത്തെ തേടി ഉലകം ചുറ്റേണ്ട ആവശ്യമില്ല. നമ്മളിൽ പലരും ചന്ദനം തൊടുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ ചന്തത്തിനാണെന്ന് പറയുന്നവരുണ്ട്. കുളിച്ചു കഴിഞ്ഞാൽ തലയിൽ താഴുന്ന വെള്ളത്തിനെ തിരുനെറ്റിയിൽ തൊടുന്ന ചന്ദനത്തിന് വലിച്ചെടുക്കുവാനുള്ള കഴിവുണ്ട്. ഒരു സിദ്ധൌഷധമാണത്. അതുപോലെ തലയുടെയും ശരീരത്തിൻ്റെയും കുളിർമ ഒരു പരിധിവരെ നിലനിർത്താനുള്ള കഴിവും ചന്ദനത്തിനുണ്ട്. അവനവൻ്റെ പ്രവൃത്തിയിലാണ് ദൈവം ഇരിക്കുന്നത്. വീട്ടിൽ യാതൊരു സ്വസ്ഥതയും കൊടുക്കാത്ത പലരും ആരാധനാലയങ്ങൾ തേടി അലയുന്നത് കാണാം. എന്തിനാണെന്ന് അവർക്ക് പോലും അറിയില്ല. ആരാധന കഴിഞ്ഞ് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഉള്ള പലരുടെയും കുറ്റവും കുറവും പറഞ്ഞ് പോകുന്നതും കാണാം. അപ്പോൾ അവർ അവിടെ പോകുന്നത് എന്തിനാണെന്ന് മനസ്സിലായല്ലോ. ദൈവത്തെ തേടി അലയേണ്ട കാര്യമില്ല. ദൈവത്തിന് നിരക്കാത്ത പ്രവൃത്തികൾ, അതായത് മനുഷ്യത്വമില്ലായ്മ ചെയ്യാതെ അല്പസ്വല്പമൊക്കെ നല്ല കാര്യങ്ങളും കാരുണ്യവും സ്നേഹവുമൊക്കെ മറ്റുള്ളവർക്ക് പ്രദാനവും ചെയ്ത് വലിയ കുഴപ്പമൊന്നും കാണിക്കാതെ ഇരുന്നാൽ വല്ലപ്പോഴുമൊക്കെ ആരാധനാലയങ്ങൾ സന്ദർശിച്ചാൽ മതി. നമ്മുടെ കടമകൾ പൂർത്തിയാക്കുക. കഴിവതും മറ്റുള്ളവർക്ക് ഉപദ്രവങ്ങൾ ചെയ്യാതിരിക്കുക. എൻ്റെ അറിവിലുള്ള ചിലർ 7 സപ്താഹം വരെ കൂടിയിട്ടുണ്ട്. അവിടെ മാറി മാറി വന്ന പണ്ഡിതന്മാർ പറഞ്ഞതൊക്കെ അക്ഷരം വിടാതെ കേട്ടു നിന്നു. ഉച്ചവരെ. അതിനുശേഷം വീട്ടിൽ വന്ന് കാളിയ നർത്തനമാടി തിമിർക്കുന്നതും കണ്ടിട്ടുണ്ട്. ഇത്രയും ദിവസം മിനക്കെട്ട് പോയിരുന്നിട്ട് അതിലെ ഒരു വാക്ക് അവർ ജീവിതത്തിൽ ഇന്നുവരെ പാലിച്ചിട്ടില്ല. അത്രത്തോളം ഉണ്ട് ഭക്തി. ഭക്തി പറഞ്ഞു നടന്നിട്ട് കാര്യമില്ല, ജീവിതത്തിൽ പ്രവർത്തിച്ച് കാണിക്കണം. മറ്റുള്ളവരുടെ മനസ്സ് വിഷമിപ്പിക്കുന്ന തരത്തിൽ വാക്കുകൾ എടുത്ത് വിളയാടാതിരിക്കുക. കത്തി കൊണ്ട് കുത്തുന്നതിനേക്കാൾ കഷ്ടമാണ് കുത്തുവാക്കുകൾ പറയുന്നത്. നമ്മുടെ നല്ലൊരു വാക്കിന് ചിലപ്പോഴൊക്കെ 100 സ്വർണ്ണ നാണയത്തെക്കാളും ഫലം ചെയ്യും. കഴിവതും മറ്റുള്ളവരെ വാക്കാലോ പ്രവൃത്തിയാലോ ഉപദ്രവിക്കാതിരിക്കുക. പക, പ്രതികാരം ഇവ ഉപേക്ഷിക്കുക. നമ്മുടെ കടമകൾ ഏറ്റവും മാന്യമായി ചെയ്തു തീർക്കുക. ക്ഷമയും സഹനശക്തിയും കൂടെ കൊണ്ടു നടക്കുക. കുറേയൊക്കെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുകയും ചെയ്യുകയും ചെയ്യുക. ഇങ്ങനെയൊക്കെ ജീവിച്ച് ഒരുവിധം നന്നായി ജീവിച്ച് തീർക്കുന്നവർ ആരാണോ അവരാണ് യഥാർത്ഥ ഭക്തർ. വേദനിക്കുന്നവന് ആശ്വാസം പകരുക, വിശക്കുന്നവന് ആഹാരം കൊടുക്കുക.